ഇവിടെ അല്ല അവർ പറയുന്ന ആട്ടോക്കാരെ ചോദിച്ചപ്പോൾ അവർ ഈ ട്രെയിന് 5:20 ഇവിടെ വന്നിട്ടുണ്ട്. 5:30 5:30 ഇവിടെ വന്നപ്പോഴ് വരുന്ന സമയത്ത് അവർ ഈ വെളിയിലത്തെ ആട്ടോക്കാർ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കേരളത്തിലെവിടെ? ഞാൻ തിരുവനന്തപുരത്ത്. ഇവിടെ എൻ്റെ പേര് പത്മകുമാർ. വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ ആ സമയത്ത് തന്നെ, കാരണം നമുക്ക് രാവിലെ ഉള്ളൂ 2 വണ്ടി. അതായത് രാവിലെ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന വണ്ടി ഇതാണ്. ചെക്ക് ചെയ്യുമ്പോഴേക്കും ഇറങ്ങിയോ? ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ബാക്കി വെളിയിലുള്ള ആൾക്കാർ കണ്ടു എന്ന് പറയുന്നു. CCTV നോക്കിയോ? CCTV ഫുട്ടേജ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ സമയമാണ് ഏകദേശം? അത് ഏകദേശം രാവിലെ ഒരു 5:30 ഇവർ ഈ ആട്ടോക്കാർ പറയുന്നത്. ഇന്ന് രാവിലെ 5:30 അല്ല, ഇറങ്ങിയ സമയം എത്രയാണ് പറയുന്നത്? അതെ ആ സമയം വണ്ടി വന്ന സമയത്ത് വെളിയിൽ കണ്ടു എന്നാണ് പറയുന്നത്. ഇനിയിപ്പം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ സാറേ എങ്ങോട്ടേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ്? ഒന്നെങ്കിൽ ബീച്ചിലേക്കേ പോവുള്ളൂ. നമ്മളെ കന്യാകുമാരി ബീച്ച്, അമ്പലത്തിൻ്റെ ആ പരിസരങ്ങളിലേ പോകുള്ളൂ. ഇനിയിപ്പം ഇതൊരു 13 വയസ്സുള്ള കുഞ്ഞാണല്ലോ, അവൾക്ക് അറിയുകയും ചെയ്യില്ലല്ലോ. അപ്പോൾ അറിയാത്ത ഒരാൾ ഇവിടെ വന്നാൽ എങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയാണ്? അല്ല, അത് സാധാരണ ഇവിടെ കന്യാകുമാരിയിൽ വരുമ്പോൾ അവർ ഈ സ്ഥലം ചോദിച്ച് മനസ്സിലാക്കി. എത്ര അറിയാത്ത കുട്ടികളായിരുന്നെങ്കിലും ഈ കടലിലേക്ക് പോകുന്ന സ്ഥലമെന്ന് ചോദിക്കും. അപ്പോൾ ആ സ്ഥലത്തേക്കായിരിക്കും അവർ കൂടുതലും പോകാൻ വഴിയുള്ളത്. ഇതിപ്പം ഇത് അവസാനിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ എത്തി പേടിച്ച് തിരിച്ച് മറ്റൊരു ട്രെയിനിന് പോകാനുള്ള സാധ്യതയില്ല. വണ്ടി ഇപ്പം ഇനി 8:40 അടുത്ത ട്രെയിനുള്ളൂ. ഇന്നലെ വൈകിട്ട്? അല്ല, ഇന്ന് രാവിലെ. ഇന്നലെ വൈകിട്ട് കഴിഞ്ഞാൽ? ഇന്നലെ വൈകിട്ട് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു സാധ്യത ഇല്ല അല്ലേ പോകാനുള്ള? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടുത്തു അല്ലേ കണ്ടുപിടിക്കാനുള്ള സാധ്യത? അപ്പം അതെ, ഞാൻ വെളിയിലെ പോലീസിന് ചോദിച്ചപ്പോൾ ഇനി ആട്ടോക്കാരവിടെ വെളിയിൽ കണ്ടു എന്ന് പറയുന്നു. നമുക്കതിനെ കുറിച്ച് യാഥാസ്ഥിതി എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ SI. പേരൊന്നുകൂടി പറഞ്ഞു. എൻ്റെ പേര് പത്മകുമാർ. തിരുവനന്തപുരത്ത് ഞാൻ കല്ലൂര്, വെള്ളായണി കല്ലൂര്. ആരും കേട്ടല്ലോ അല്ലേ? പത്മകുമാർ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. 5:30 കുഞ്ഞിനെ കണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം റിപ്പോർട്ടർ TV പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഒരു മിനിറ്റ്, ഡോക്ടർ അരുണോടൊന്ന് സംസാരിക്കണം. ഡോക്ടർ അരുൺ സംസാരിക്കാം. നമസ്കാരം പത്മകുമാർ സാർ, കല്ലൂരാണല്ലോ വീട്? സന്തോഷം. ഓക്കെ. അപ്പോൾ വൈകുന്നേരം 5:30 ഈ കുഞ്ഞിനെ കണ്ടതായി ഓട്ടോറിക്ഷക്കാർ പറയുന്നത് അല്ലേ സാർ? അല്ല, വൈകുന്നേരം അല്ല, രാവിലെ 5:30. അല്ല, കുഞ്ഞിനെ കണ്ടത് രാവിലെ 5:30 പറയുന്നത്? അതെ. അപ്പൊ പുലർച്ചെ വരെ രാവിലെ 5:30 ഇത് ചെന്നൈയിൽ നിന്ന് വന്ന ട്രെയിൻ വരുന്ന സമയത്ത്. ഇല്ല, ഇവിടെ റെയിൽവേ സ്റ്റേഷനിലില്ലായിരുന്നു. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലില്ലായിരുന്നു. ഈ 5:30 ചെന്നൈ ട്രെയിന് വരുന്ന സമയത്ത് ഓട്ടോറിക്ഷക്കാർ വെളിയിൽ കണ്ടു എന്ന് പറയുന്നു. അത് വളരെ നിർണായകമായ വിവരമാണ്. 5:30. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഞ്ഞി രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിലല്ലാതെ മറ്റെവിടെയെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടാവാം അല്ലേ? ഒരുപക്ഷെ ഈ തീവണ്ടിയിൽ തന്നെ ചെലവഴിക്കാൻ സാധ്യതയുണ്ടോ കുഞ്ഞി രാത്രിയിൽ? അതെ. ഇല്ല. ഇവിടെ രാത്രി അങ്ങനെ സ്റ്റേബിളായിട്ടുള്ള ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ. അത് മുഴുവൻ ഞങ്ങൾ നോക്കിയായിരുന്നു, അതിനകത്തൊന്നുമില്ല. അപ്പോൾ ഈ കുഞ്ഞ് അങ്ങനെയാണെങ്കിൽ രാത്രിയിൽ ബീച്ചിലോ മറ്റു പരിസര പ്രദേശങ്ങളിലോ ചെലവഴിച്ചതിനു ശേഷം തിരിച്ച് ഈ ഭാഗത്തേക്ക് വന്നതാവാം രാവിലെ 5:30 അല്ലേ? ഇല്ല, അതിനെക്കുറിച്ച് അറിയില്ല സാർ. ഇത് ഫസ്റ്റ് ട്രെയിന് രാവിലെ 4:30 നിസാമുദ്ദീൻ. പത്മകുമാർ സാർ, ഇപ്പോൾ 13 വയസ്സുള്ളൊരു കുഞ്ഞാണ്, അസം സ്വദേശിനിയാണ്. ഈ കുഞ്ഞിന് മറ്റു ഭാഷകൾ അറിയില്ല, തമിഴ് അറിയില്ല, മലയാളം അറിയില്ല, അസം ഭാഷ മാത്രമേ അറിയൂ. കുഞ്ഞിൻ്റെ കയ്യിൽ ആകെ 40 രൂപയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് വന്നാൽ സ്വാഭാവികമായും എന്തായിരിക്കും ചെയ്യുക സാർ? ഇല്ല, ഞങ്ങൾ അങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്സിൻ്റെ ഡ്രൈവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ചൈൽഡ് ലൈനിൽ അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല, കന്യാകുമാരിയിൽ നടന്നിട്ടില്ല. കുഞ്ഞ് സുരക്ഷിതമായിട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ സാർ? സാധ്യത കൂടുതലാണ്. കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാർ ഒന്നുകൂടി ഞാനൊന്ന് ഉറപ്പിച്ചോട്ടെ. 5:30 ഇന്ന് രാവിലെ കുഞ്ഞിനെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് വെച്ച് ഓട്ടോ ഡ്രൈവർമാർ കണ്ടു എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ, 1.5-2 മണിക്കൂറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുഞ്ഞ് അധിക ദൂരം സഞ്ചരിക്കാൻ സാധ്യതയില്ലല്ലോ അല്ലേ? ഇല്ല.
വളരെ പ്രധാനപ്പെട്ട വിവരം. താങ്ക് യു സാർ, താങ്ക് യു. ട്രെയിനൊന്നുമില്ല, ബസ്സിലോ മറ്റേ റോഡ് മാർഗ്. പക്ഷേ ഇല്ല, ബസ്സിൽ പോകാനുള്ള സാധ്യതയില്ല. കാരണം കുട്ടിയുടെ കയ്യിൽ ആകെ 40 രൂപയുള്ളൂ. സ്വാഭാവികമായ കുഞ്ഞ് എന്തെങ്കിലും ഇന്നലെ വാങ്ങി കഴിച്ചിട്ടുണ്ടാവും, ആ പൈസയും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു പത്മകുമാർ സാർ, താങ്ക് യു.